ഇന്ന് നമ്മൾ ലൈനിങ് ചുരിദാർ എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുക്കുക. ഏത് തുണിയുടെ ആണോ ആ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡഡ് ആയിട്ട് മടക്കിയെടുക്കുക. ഡബിൾ ഫോൾഡഡ് ആയിട്ട് മടക്കിയെടുക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരായിരിക്കും, എന്നാലും ഒന്നും കൂടെ പറയുവാണ്. ഡബിൾ ഫോൾഡായിട്ട് മടക്കുമ്പോൾ ആദ്യം ഇതുപോലെ തേര് വശം കണ്ടോ, തേര് വശം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യുന്ന ഭാഗം വരാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ മടക്കുക. 2 മടക്കായിട്ടാണ് മടക്കേണ്ടത്. അപ്പം ടോട്ടൽ 4 ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് നേരെ ഇങ്ങനെ നിവർത്തിയിട്ട പോലെ വരും. അതാണ് ഡബിൾ സൈഡഡ് ഫോൾഡിങ്. ഇതിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് തൊട്ടാണ് നമ്മൾ ലൈനിങ്ങിന് എവിടെയാണ് മടക്ക് വരുന്നത് അവിടെ തൊട്ടാണ് മെഷർമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെ അളവ് എടുക്കാം. ഷോൾഡറിൻ്റെ അളവ് ആ ഒരു ഡബിൾ ഫോൾഡർ സൈഡിൽ നിന്നും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഒരു 7 ഇഞ്ചൊക്കെയാണ് ടോട്ടൽ അളവ് വന്നിരിക്കുന്നത്. അത് 6.5 അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ടാണ് 7 ഇഞ്ച് എടുത്തേക്കണേ. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്യാം. അതെനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 7 തന്നെയാണ്. 7 പ്ലസ് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 6.5 ആണെങ്കിലും എടുക്കാം. അത് ശരിക്കും ഒരു 34 ബസ് സൈസിലുള്ള ടോപ്പിനാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി അവിടെ നിന്ന് നേരെ നമ്മളിതുപോലെ വരച്ചു. ഇനി ഒരു 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ മേൽ ഭാഗത്ത് നിന്ന് ഒരു പകുതി ഹാഫ് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മുടെ ഈ ആം ഹോളിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേക്ക് അല്ലെങ്കിൽ ആ ചെരുവിലേക്ക് വെച്ചിട്ട് ശരിക്കും ആം ഹോളിൻ്റെ കർവ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്ന മെഷർമെൻറ്റുകൾ 4 മെഷർമെൻറ്റുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്മുടെ ബസ് സൈസ് എടുത്തിട്ട് അത് /4 അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 9 ചെസ്റ്റ് റൗണ്ടായിട്ട് എടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് നേരെ ആം ഹോളിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ചെസ്റ്റ് റൗണ്ട് എടുക്കാനായിട്ട്. ഞാനിവിടെ 9 മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു 1.5 ഇഞ്ച് 9 ആദ്യം ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വെർട്ടിക്കലായിട്ടുള്ളൊരു മെഷർമെൻറ്റ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത്. അത് എടുത്തതിന് ശേഷം വേണം വേസ്റ്റ് റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് നമ്മളൊരു 14 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ 14 പ്ലസ് മേളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 14.5 നമ്മൾ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്ത ഒരു പോർഷൻ നേരെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. അവിടെ നിന്ന് വേണം നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ കാൽക്കുലേഷൻ ഇതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ വേസ്റ്റ് റൗണ്ട് ടോട്ടൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ട് അത് /4 എടുക്കുക. അതാണ് ആ ഒരു ഇവിടെ ഈ ഒരു ഭാഗം വരുന്നതിൻ്റെ അളവ്. ഇവിടെ ഒരു 8.5 ഞാൻ എടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ എടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 8.5 പ്ലസ് 8.5 മാർക്ക് ചെയ്തു. അത് അതിൻ്റെ ഒപ്പം തന്നെ 1.5 ഇഞ്ച് കൂടെ കുറച്ച് നീക്കിയിട്ട് അവിടെയും മാർക്ക് ചെയ്യാം. ഏകദേശം ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗം വരുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ സ്ലിറ്റ് ഇടുന്നവരാണെങ്കിൽ സ്ലിറ്റ് ഇടുന്ന ടോപ്പാണെങ്കിൽ അതിൻ്റെ സ്ലിറ്റിൻ്റെ ആ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ ഹിപ്പ് റൗണ്ട് എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ അവിടെ തന്നെ ഹിപ്പ് റൗണ്ട് നമ്മൾ എത്രയാണോ അളന്നിരിക്കുന്നത് ആ ഇതിന് /4 എന്ന കാൽക്കുലേഷനിൽ ഹിപ്പ് റൗണ്ട് മെഷർ ചെയ്യുക. ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും മെഷർ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഹിപ്പ് റൗണ്ടും അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന് അത്രയും ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ അത്രയും തയ്യൽ തുമ്പ് വേണ്ടി വരില്ല, എന്നാലും ഒരു ഇഞ്ചൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. അത്രയും വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് വരുന്ന സ്ലിറ്റ് എത്രയാണെന്ന് നോക്കുക. സ്ലിറ്റ് ഞാനിവിടെ ഒരു 20 എടുക്കുന്നത്. നമുക്ക് സ്ലിറ്റ് നമ്മുടെ ഏകദേശം നമ്മുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. 20 പ്ലസ് മേളിലത്തെ ഷോൾഡർ അടിച്ച് പോകുന്ന തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒരു 20.5 എടുക്കുന്നുണ്ട്. അതവിടെ മാർക്ക് ചെയ്ത് ഇടാം. ഇനി അടുത്ത മെഷർമെൻറ്റ് നമ്മുടെ ടോപ്പിൻ്റെ വിരിവാണ്. ടോപ്പിൻ്റെ വിരിവ് എത്ര വേണമെന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ നമ്മൾ അളവ് ടോപ്പിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വിരിവ് ഏകദേശം ഇവിടെ ഒരു 10 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത്. കാരണം ടോട്ടൽ നമ്മൾ ആ ക്ലോത്തിൻ്റെ ടോപ്പിൻ്റെ ടോട്ടൽ വിരിവ് ഒരു 20 ആയിരുന്നു. അപ്പോൾ 10 ഇഞ്ചാണ് നമ്മൾ രണ്ടായിട്ട് മടക്കുമ്പോൾ വരുന്നത്.
അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കുക. കാരണം സൈഡിൽ സ്ലിറ്റ് അടിച്ച് പോകാനായിട്ട് എക്സ്ട്രാ ഒരു ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം മെഷർ ചെയ്ത ആ ഒരു ഭാഗം എല്ലാം ആദ്യത്തെ കറക്റ്റ് അളവ് എല്ലാം ഒരുമിച്ച് നമ്മൾ ചുരിദാറിൻ്റെ രീതിയിൽ തന്നെ ഇതുപോലെ കുറച്ച് വളച്ച്, അതായത് നമ്മുടെ വേസ്റ്റ് ലൈൻ കുറച്ച് വളച്ചും ബാക്കിയുള്ള ഭാഗം ഒന്ന് ചെരിച്ചിട്ടും ഈ രീതിയിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്ത ഭാഗവും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലിറ്റിൻ്റെ ഭാഗം നേരെ താഴത്തേക്കാണ് വരുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പറയുന്ന ആ വിരിവ് ആ ഒരു ഭാഗത്ത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴത്തേക്ക് സ്ലിറ്റിൻ്റെ ഭാഗമാണ് നേരെ. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ രീതിയിൽ തന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്ന ഭാഗവും നമ്മുടെ കറക്റ്റ് അളവും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചും കൊടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെഷർമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്നും കൂടെ പറയാം. ആദ്യത്തേത് നമ്മുടെ ഷോൾഡർ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുക്കുക, പിന്നെ ചെസ്റ്റ് റൗണ്ട്, പിന്നെ വേസ്റ്റ് റൗണ്ട്, പിന്നെ ഹിപ്പ് റൗണ്ട് നമ്മൾ എടുത്തു, പിന്നെ വിരിവ് എടുത്തു. അത്രയാണ് ഹൊറിസോണ്ടലായിട്ട് ഉള്ള മെഷർമെൻറ്റ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എടുത്തത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്താണ്, പിന്നെ നമ്മുടെ സ്ലിറ്റാണ് എടുത്തത്. അത്രയും തന്നെ ഉള്ളൂ. ആ 2 മെഷർമെൻറ്റാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു മെഷർമെൻറ്റ് അത് കൂടാതെ ഉള്ളത് ടോട്ടൽ ബോഡി ലെങ്ത്താണ്. അത് നമുക്കൊന്നില്ലെങ്കിൽ ആദ്യമായിട്ട് എടുക്കാം. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ഷോൾഡർ തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം വരച്ചതിന് ശേഷമാണെങ്കിലും ടോട്ടൽ ബോഡി ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. ടോട്ടൽ ബോഡി ലെങ്ത്ത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ എക്സ്ട്രാ താഴത്തേക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം താഴത്ത് നമ്മൾ 2 പ്രാവശ്യം മടക്കി അടിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ലെങ്ത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ബോഡി ലെങ്ത്ത്, ടോട്ടൽ ബോഡി ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്ത് വരുന്ന ആ ഒരു ഫൈൻ ലൈൻ, ആ ഒരു ഭാഗം മാർക്ക് ചെയ്തതിൻ്റെ ഒപ്പം ഇത് ഈ ഒരു സ്ലിറ്റും കൂടെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അതിന് നേരെ വെച്ച് നമ്മളങ്ങ് മാർക്ക് ചെയ്തിടുക. അത്രേ ഉള്ളൂ നമുക്ക് വരുന്ന ഒരു മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ടോട്ടൽ ഇതിൽ വരുന്നൊരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ നെക്കിൻ്റെയാണ്. നെക്ക് നമ്മൾ ക്യാൻവാസ് ആയിട്ട് ചെയ്യുവാണ്, അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് എടുക്കുന്നില്ല. അതുപോലെ തന്നെ സ്ലീവും വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സാണ് മെയിനായിട്ട് നമ്മൾ ലൈനിങ്ങിൽ വരുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ തന്നെ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം മെയിൻ ക്ലോത്തിലേക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്, മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ വേറെ മെഷർമെൻറ്റ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈനിങ്ങിലെടുത്ത അതേ മെഷർമെൻറ്റ് തന്നെ വിത്ത് സീം അലവൻസോട് കൂടിയിട്ട് തയ്യൽ തുമ്പോട് കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് മാത്രമാണ് വെട്ടിയെടുക്കുന്നത്. ലൈനിങ് വെട്ടിയെടുക്കുമ്പോൾ വിത്ത് തയ്യൽ തുമ്പ് മെഷർ ചെയ്തേക്കണതിൻ്റെ മുകളിൽ കൂടി വേണം, അതായത് കറക്റ്റ് തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ലൈനിൽ കൂടെ തന്നെ വെട്ടിയെടുക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഭാഗം ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഷോൾഡർ വരെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.